ദിയാ കൃഷ്ണയുടെ ഷോപ്പിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബിസിനസ് ചെയ്യുന്ന നമ്മൾ സ്ത്രീ സംരംഭകർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തേത്, നെവർ മിക്സ് ഇമോഷൻ വിത്ത് ഡെലിഗേഷൻ. എന്താണ്? ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മളുടേതാണ് സ്വപ്നം. ആ സ്ഥാപനം വളർത്തിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സ്വപ്നം, എഫേർട്ട്, അതിലുണ്ടായിട്ടുള്ള പെയിൻ, മറ്റുള്ള ആൾക്കാർ നമ്മളിത് തുടങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ സഹിച്ചതും ഇതൊക്കെ അനുഭവിച്ചതും ഒക്കെ ആരാണ്? നമ്മൾ മാത്രമാണ്. ഈ സ്ഥാപനം ഏറ്റവും മികച്ച രീതിയിൽ വളർത്തിയെടുത്ത് കൊണ്ടുപോകണമെന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന സ്റ്റാഫിന് നമുക്ക് കച്ചവടം കിട്ടുന്നുണ്ടോ, നമുക്ക് കൂടുതൽ സ്റ്റാഫ് വരുന്നുണ്ടോ, നമ്മുടെ സോഷ്യൽ മീഡിയ വളരുന്നുണ്ടോ, ഇതൊന്നും ആലോചിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത് നിൽക്കേണ്ട ആവശ്യത്തിന് പകരം നമ്മുടേതാണ് സ്റ്റാഫ്, അവർക്ക് എത്ര സാലറി കൊടുക്കണം, അവരെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ച് ട്രെയിനിങ് കൊടുക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടത് ആർക്കാണ്? നമ്മുടെ ഉത്തരവാദിത്തമാണ്. 2, ഫിനാൻഷ്യൽ എത്തിക്സ് അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോഡക്റ്റ് പാക്ക് ചെയ്യുക, അത് എങ്ങനെ ഷിപ്പ് ചെയ്യണം, കസ്റ്റമറുമായിട്ട് എങ്ങനെ സംസാരിക്കണം, സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മാത്രമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഫിനാൻഷ്യൽ എത്തിക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് ഒരു സംരംഭം വളരണമെങ്കിൽ, അത് സക്സസ്ഫുൾ ആകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ്. ഒരു ബിസിനസ് ഓണർ അവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ എത്തിക്സ് ആണ്. അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കൃത്യമായിട്ടൊരു ട്രെയിനിങ് നമ്മൾ തുടക്കത്തിലേ കൊടുത്തിരിക്കണം. 3, നിങ്ങൾ ഓൺലൈനായി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ UPI ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതെന്നും കൃത്യമായൊരു ഓഡിറ്റിംഗ് എല്ലാ ദിവസവും നിങ്ങൾക്ക് സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റ്. അത് സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ടൊരു ഓഡിറ്റിംഗ് നമ്മൾ നടത്തിയിരിക്കണം. ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ സ്റ്റോർ ആണുള്ളതെങ്കിൽ CCTV റീകൺസിലേഷൻ മസ്റ്റാണ്. നമുക്ക് നമ്മുടെ ഷോപ്പ് അത് ലൈവായിട്ട് എല്ലാ സമയം പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ടായിരിക്കണം. ഒപ്പം പേയ്മെൻറ്റ്സ് ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെൻട്രി, നിങ്ങളുടെ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങൾ അവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരുന്ന സ്റ്റോക്കുകൾ എത്രത്തോളം ഉണ്ട് എണ്ണി തിട്ടപ്പെടുത്തി ഇതിനൊക്കെ ആയിട്ട് കൃത്യമായിട്ട് ഒരു സ്റ്റോക്ക് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. അത് നിങ്ങൾ എത്ര വലിയ ബിസിനസ് ചെയ്താലും ചെറിയ ബിസിനസ് ചെയ്താലും തുടക്കത്തിലേ നമ്മളിതെല്ലാം കൃത്യത പാലിക്കാം. സോ ഒരാളെയും ബ്ലൈൻഡ്ലി നമ്മൾ വിശ്വസിക്കാതിരിക്കാം. ഒരു സ്റ്റാഫ് വന്നാൽ നമ്മുടെ ബ്രാൻഡ് എത്ര വർഷമാണോ നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്ന് അത്രയും കാലം വരെയും ഇവരിവിടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അതിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. എപ്പോഴും മറ്റൊരു വ്യക്തി ഈ ഒരു സ്ഥാനത്ത് കടന്നു വരും എന്ന് ഉറച്ചു വിശ്വസിച്ച് കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഒരാളുടെ സെയിൽസ് സ്കില്ല് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഒരാളെ ഹയർ ചെയ്ത് അവരുടെ ഇൻറ്റഗ്രിറ്റി കണ്ടിട്ട് ആയിരിക്കണം ഹയറിങ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യൂ. ഒരുപാട് പുതിയ വീഡിയോസ് വരുന്നുണ്ട്. താങ്ക്